ഹലോ ഓൾ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പായസമാണിത്. ഇതിൽ നട്ട്സും ഡേറ്റ്സും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 6 ഡേറ്റ്സും 12 ബദാമും എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ചൂടുവെള്ളത്തിൽ അരമണിക്കൂർ നേരം ഒന്ന് ഇട്ട് വെക്കാം. അതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കൊരു ക്യാരറ്റ് ഇതേ രീതിയിലൊന്ന് സ്ലൈസ് ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഞാനൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന നമ്മുടെ നട്ട്സ് കൂടി നമ്മൾ ഇതിലേക്ക് നട്ട്സും ആ ഡേറ്റ്സും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടറോ നെയ്യോ ഏത് വേണമെങ്കിലും ഇടാം. ഞാൻ ബട്ടറാണ് എടുത്തത്. അതൊന്ന് ഉരുകി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 കപ്പ് സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഞാനിതിലേക്ക് 1/2 കപ്പ് തന്നെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഞാനിതിലേക്ക് ഇതിട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് ആ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകാൻ തുടങ്ങും. പിന്നെ ഇത് കരിഞ്ഞു പോവാതെ നോക്കണം. അപ്പോൾ ഇളക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ശ്രദ്ധിക്കണം. വളരെ സിമ്മിലിട്ടിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ കാരമലൈസ് ചെയ്യുന്ന സമയത്ത് അത് റോസ്റ്റ് ചെയ്യാനും മറക്കരുത്. 2 പ്രോസസ്സും കൂടി നടക്കണം. ഫുള്ളായിട്ട് അതങ്ങ് പഞ്ചസാര അലിഞ്ഞ് ഉരുകി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് കാരമലൈസ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളവും 1 കപ്പ് പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളം ഒഴിക്കുമ്പോൾ അത് കട്ട കിട്ടുന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല, അതൊക്കെ അലിഞ്ഞോളും. അപ്പം വെള്ളം ഒഴിച്ചിട്ട് അതേപോലെ തന്നെ ഒരു കപ്പ് ചൂട് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളപ്പിച്ച് എടുത്ത പാൽ ഒഴിച്ചാലും മതി. അത് ഇട്ടിട്ട് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് 2 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ 2 വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആ മിക്സിയുടെ ജാറിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ട്. ആ വെള്ളവും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് പാലാണെങ്കിൽ പാലൊഴിക്കാം. 1 കപ്പാണ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പാലാണ് ഒഴിക്കുന്നതെങ്കിൽ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ബാക്കി വരുന്ന പാലുകൂടി 1.5 കപ്പ് പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ 1 ലിറ്റർ പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പിന്നെ ഏറ്റവും അവസാനം കൂടി നമ്മൾ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏലക്ക പൊടിച്ചത് കൂടി ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്ന് അപ്പം തന്നെ ഓഫ് ചെയ്യരുത്. 5 to 7 മിനിറ്റ്സ് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ച് എടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനാണ്. നമ്മളതിൽ ക്യാരറ്റൊക്കെ ചേർത്തതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് നേരം നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്യരുത് ഫ്ലെയിം. കുറച്ച് നേരം ഒന്ന് വേവിച്ച് എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ക്യാരറ്റ് ഇതൊക്കെ ഇട്ടതാണല്ലോ, അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പെട്ടെന്ന് വെന്തോളും, എന്നാലും കുറച്ച് നേരം നമുക്കൊന്ന് ബോയിൽ ചെയ്യാം. അപ്പോൾ ബോയിൽ ചെയ്ത് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റോളം ബോയിൽ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 5 മിനിറ്റ്സോളം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ചേർക്കുന്നൊന്നുമില്ല. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡിയാണ്. വളരെ ഹെൽത്തിയാണ്.
എല്ലാ നട്ട്സും ഡേറ്റ്സും ഒക്കെ നമ്മൾ ഇട്ടിട്ടാണ് ഈ പായസം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ കമൻസ് കൂടി അറിയിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.